എടാ നമ്മുടെ ഗ്യാങ് വണ്ടിയാണോടാ അത്? ആളിയാ ഇത് നോക്ക്. അല്ലേ ഞാൻ ആ വണ്ടി ഒരു കിടുക്കാച്ചി ട്യൂണിലേക്ക് മാറ്റാൻ പോണം. കോച്ചിൽ വന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, കോച്ച് വിഷയമാണ്. എന്താ പറയണ്ടേ? കാര്യം പറയട്ടെ, നീ ഞെട്ടിയ ഒരു കാര്യം പറയാം. വിവോ V5s ഇല്ലേ, അതിന്റെ അപ്പൻ യൂസ് ചെയ്യണം ഇപ്പൊ. അതിന് എത്ര വർഷം പഴക്കമുണ്ട് നീ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. 9-10 വർഷം ഉണ്ടാവും. നീ എത്ര ഫോൺ വാങ്ങിച്ചറാ? നിനക്ക് നാണം ഉണ്ടോ അങ്ങനെ പറയാൻ? അത് ഞാൻ കയ്യിൽ വെച്ചിരുന്ന ഫോൺ. ഇത്ര കാര്യം ഡ്രോണൊക്കെ മേടിച്ച സമയത്ത് അച്ഛനൊരു ഫോൺ. അത് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശമാണ് ചന്ദ്ര. ഇവിടെ പോയി ഭാര്യയില്ല. അച്ഛന് 10 വർഷം മുമ്പത്തെ ഫോണാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. നീ ഇപ്പൊ മറ്റേ നീ ഇപ്പൊ ഇതെല്ലാം മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ആ സമയത്ത് അച്ഛനൊരു ഫോൺ മേടിച്ച്. എന്താ ചന്ദ്ര ഇനി ഇതൊക്കെ എന്താ പഠിക്കണേ? ഗോകു നമ്മളെ ചെട്ടിക്കാൻ വന്നോ? ഇവരിപ്പോ ശരിക്കും ഫോൺ അമ്മടുത്ത് കൊടുത്ത. വെരി ബാഡ്, വെരി ബാഡ്. എന്താ പട്ടി അടിച്ചാ തന്നെ ഗോകു? എന്തായിട്ട് ഇത്? എടാ നമ്മുടെ ഗ്യാങ് വണ്ടിയാണോടാ അത്? ആളിയാ ഇത് നോക്ക്. എടാ അത് ഏത് വണ്ടി ഏതാന്ന് പറഞ്ഞു എന്റെ അടുത്ത്? ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഏത് വണ്ടിയാണ്? മറ്റില്ല ബാക്ക് മറ്റേ ഇതുള്ള ഒരു ഇതുണ്ടല്ലോ, സ്പോയിലർ. എടാ വണ്ടി പറഞ്ഞടാ, വണ്ടി ഏതാന്ന് പറഞ്ഞടാ. അല്ലെ ടൊയോട്ടയുടെ ഒരു മറ്റേ സ്പോയിലർ ഉള്ള ഒരു കാറില്ലേ? പെയിന്റ് അടിക്ക് മുന്നേ ഉണ്ടാവില്ല, അതിന്റെ പേരുണ്ടാവില്ല. ഓപ്പൺ ആവത്തെ ടക്കോമയാണോ? ഞാൻ കുറച്ച് ഇറങ്ങിയിരിക്കണം. സ്പോയിലർ ഉള്ള ഒരു ജീപ്പ് ഇല്ലേ മറ്റേ ഇത്? ടൊയോട്ട ടക്കോമ. സ്പോയിലർ ഉള്ളതല്ല, സ്പോയിലർ കാണിക്കുന്നില്ല. ടക്കോമയ്ക്ക് ടക്കോമ TRD Pro ആണോ? ഫ്രീ റണ്ണർ ആണോ? അതെന്റെ ഉണ്ടെന്ന് തോന്നുന്നു കാർ ഓൾറെഡി. വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതില് ലിവർ ഉണ്ട്. നിന്റെ കാർ ചേഞ്ച് കാർ അളിയ ടൊയോട്ട ടക്കോമ TRD പെർഫോമൻസ്. ഇതാണോ എന്താ ഇവ ആരാ? ഇവെന്ത് പറയണേ? എങ്ങോട്ട്? ഇതില് ലിവറി അടിക്കുന്നത് എങ്ങനെയാടാ? ഫാസ്റ്റ് ട്രാവൽ ചെയ്യണോ? അങ്ങോട്ട് പോയി ട്രാവൽ ചെയ്താണോ ചെയ്യണേ? ബൈ യൂസ്ഡ് ബൈ ന്യൂ ആൻഡ് അതല്ലേ? അതില് എന്താ ചെയ്യണ്ട? ഓട്ടോ അല്ല, കാർ ഡിസൈൻ ആൻഡ് പെയിന്റ്സ്. അതില് സെർച്ച് ആണോ? ഫൈൻഡ് ന്യൂ ഡിസൈൻസ്. ഡിസ്ക്രിപ്ഷൻ TV എന്നടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ അതേത് പയ്യനാ ഉണ്ടാക്കിയത്? പേരെന്തിനാന്നറിയോ? വന്ന് മിസ്റ്റർ ക്രോണോസ്. മിസ്റ്റർ ക്രോണോസ്. താങ്ക് യു സോ മച്ച് ഡാ. എന്റെ അമ്മോ എന്ത് ഡീറ്റെയിലിംഗ് ഇതിന്. ഇവ ആരാണ് സംസാരിക്കുന്നത്? എന്റെ അമ്മോ ഇത് എന്ത് കിടലോടാ ഇത്. നീ എന്തിനാളിയാ പറഞ്ഞോണ്ടിരിക്കും? വന്നാണ് അളിയ നീ അതൊന്ന് കണ്ടു നോക്കടാ. ടിവിയുടെ ലിവർ ചെയ്തേക്കുന്നടാ ഇതിനകത്ത്. നിനക്ക് എന്തേലും അറിയാവോ? എവിടെ കാണിച്ചാ? അല്ലടേ കാണിച്ച നീ ആ വണ്ടി മേടിക്കടാ അതിനകത്ത്, ഗെയിമിനകത്ത് കേറിയിട്ട് കാണിച്ചാ.
അതാണ് ഗോകുവിന്റെ ലൈവ് ഗോകുവിന്റെ ലൈവ് ഒന്ന് കാണിച്ചു കൊടുത്തത്. തക്കോമ അല്ല എടുത്ത് നോക്കിയാൽ ഞാൻ കാണിച്ചു തരൂല അളിയാ. അതെ ലോഡ് ആവുന്നില്ല, കിക്ക് എന്തോ ബഗ്ഗുണ്ട്. ട്യൂണിങ് സെറ്റപ്പ് അല്ലേ? ഞാൻ ആ വണ്ടി ഒരു കിടുക്കാച്ചി ട്യൂണിലേക്ക് മാറ്റാൻ പോണം. അളിയാ ഇത് നൈസ്. കണ്ണാപ്പി ഗെയിമിംഗ്, താങ്ക് യു സോ ഫോർ ദ 500 കിക്ക് പോയിന്റ്സ് വിത്ത് ലവ്. താടി കണ്ണാപ്പി ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച്. അബി അണ്ണ ഒരു ഉമ്മ തരുന്ന. എടാ അതല്ല എടാ അവ ചെറുക്ക ഒരു സാധനം നീ എടുത്തു വന്നിട്ട് നീ വല്ലപ്പോഴെങ്കിലും അത് തൊടുന്നുണ്ടാ? ഇന്ന് നമ്മള് വിളിച്ചോണ്ടല്ലേ നീ തൊട്ടത്? നീ എന്താ ഉദ്ദേശിച്ചത്? പറയണേ ഒരാൾക്ക് ഇത് കണ്ണടച്ചിട്ട് കേൾക്കാൻ വിചാരിച്ചോ? സത്യമല്ലേ? അത് ശരിയാ ഗോകു. കണ്ണടച്ച് കേട്ട ഒരാളൊരു സാധനം എടുത്ത് തന്നിട്ട് എന്താ അതിൽ തൊടാത്തത്? ആ തൊടാത്തെന്ന് പറഞ്ഞാൽ മോഡുലേഷൻ കൂടി ഉണ്ടായത്. അത് ചന്ദ്രനും കൂടെ ആയപ്പോഴേ അത് ഡബിൾ ആയി. നീയാണെങ്കിൽ പിന്നെ അത് പിന്നെ പറയണ്ട അങ്ങനെ. ഞാനല്ലോ അതെ ഇവ നന്നായിട്ട് ഓടിക്കുന്ന കേട്ടോ. ഞാൻ ഇല്ല ഇതില് ഇതിന് കൺട്രോൾസ് ഇവിടെ എല്ലാരും നന്നായിട്ട് ഓടിക്കും. നീ മാത്രമാണ് ഇത് എടുത്തിട്ട് നീ ആ വഴിക്ക് പോയി ബോട്ട് പട്ടിയായി ഇരിക്കുന്നത്. ഗോകു നീ എന്താ സ്റ്റിയറിംഗ് കടിക്കാൻ എങ്ങനെ ഇരിക്കണേ? നീ എന്തിനാ എന്റെ കടിക്കാൻ കടിക്കൂ. അവൻ എങ്ങനെ ഇരുന്നാലും അവന്റെ 7 അയലത്തെത്താൻ പോലും പറ്റില്ല ചന്ദ്ര നിനക്ക്. അവന്റെ കുടുക്കി പിടിക്കും. അതെ അല്ല പറഞ്ഞാലും നീ നാണം കിടത്തുള്ളൂ ചന്ദ്ര. പറഞ്ഞാലും നാണം കിടത്തുള്ളൂ. ഒന്നും പറയാതിരിക്കുന്നത് നല്ല. വാപത്തിക്കോ? അതെ നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിക്കാം. മറുപടി തരാവുന്ന പ്രവൃത്തിയിലൂടെ. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ലൈവ് ഇട്ടിട്ട് ആടി ചവയ്ക്കുന്ന പോലെ അടുത്ത മീലിരുന്ന് ചവയ്ക്കും. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. നീ AJPയുടെ കടപ്പെട്ടത് പ്ലക്കനാറിന്റെ റീൽ ഉണ്ടായിരുന്ന പുതിയ. നീ അതൊക്കെ കണ്ടിരിക്കുക. അതാണ് നല്ലത്. നീ ഇത് കളിക്കുന്നതിൽ നല്ലതാണ്. അളിയ നീ ഒന്ന് വരുമോ ഗെയിമിനകത്തോടെ? ഇവനൊന്ന് ഇൻവൈറ്റ് ഇട്ടടായിരുന്നു. ഇത്ര ഇരുട്ടെന്താളിയാ? ചെയ്ത ക്രോണോസോ? ഓ അളിയാ ഇതുണ്ടായിരുന്നു കേട്ടാ. കോച്ച് എവിടെ? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? കോച്ചിൽ വന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കോച്ച് വിഷയമാണ്. കോച്ച് മറ്റേ പബ്ജി ടീമിന്റെ കൂടെ അല്ല എന്നോട് ഇപ്പൊ വരാന്ന് പറഞ്ഞു. അല്ല അവര് VC ഇരിക്കുന്നു. ലൈനപ്പിന്റെ കൂടെ ഇരിക്കുക. ബ്രോ മോർ ദാൻ 1 hour ആയോ? അയ്യോ സോറി അതിനൊരു പ്രശ്നമില്ലളിയാ. എനിക്ക് 5 മിനിറ്റ് ഗ്യാപ്പ് വേണം. കിക്കിന് ഓണർ ആയിരുന്നു. ഹലോ സോറി ഒന്നും ചെയ്യാതിരുന്നു. ഈ ഷൊട്ടാളെയൊക്കെ കേട്ടണ്ടേ? സമയം വേണ്ടേ? നീ അവന്റെ അടുത്ത് പോയി തരുവിളി. ഗൂഗിൾ ലൈവിട്ടെ. ഈ ലൈവിട്ടെ. എന്തിനാ? നിന്റെ കളിയാണ്. എന്റെ ഡ്രൈവിംഗ് കുറച്ച് സീൻ കളിയാ. നിന്നെ കൊണ്ട് അത് താങ്ങൂല്ല. അത് കണ്ടു കഴിഞ്ഞാൽ തോന്നും. കാണിക്കുന്നു. ഞാൻ AFK ആവും ഒരു 5 മിനിറ്റ്. നിങ്ങളുടെ ആണോ? എന്റെ ഇത് കണ്ടു കഴിഞ്ഞാ അവര് എടാ അളിയ ഞാൻ മറ്റേ സിമുലേറ്റർ പീസിൽ ഏതാ കീബോർഡ് എടുക്കുന്ന അത്ര എളുപ്പമല്ല. ഞാൻ വണ്ടി ഓടിക്കുന്ന കണ്ടാ നിങ്ങൾ ഡ്രീമറിന്റെ POV കാണാൻ നിൽക്കത്തില്ല. പിന്നെ അതാണ് പ്രശ്നം. ഞാൻ അതുകൊണ്ട് നിർത്തിയിടാം. നിങ്ങളെ സംസാരിക്കാം നിങ്ങളോട്. എന്റെ കുറച്ച് അവൻ ഓടിക്കുന്നത് ഞാൻ ഓടിക്കുന്നത് ഒരുപോലെ അല്ല. അതാണ് അവൻ ഓടിക്കാണ്. മലപ്പുറം കറണ്ട് പോയി. ഓ സുഭാഷ് അണ്ണ നജീദിന്റെ വീട്ടില് കറണ്ട് പോയി. മലപ്പുറം ഇപ്പൊ റെഡി ആവണം. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോയാൽ ചെറുക്കിന് കാണാൻ പറ്റില്ല. നജീദ് നജീദ് ഓ ആ വളവിലുള്ള അത് തരാം. നീലോട്
വരെ വൈകിട്ട് വരും. ഇപ്പൊ സെറ്റ് ആകും. അജീതേ ഇപ്പൊ കറക്റ്റ് വരും. ഇല്ലെങ്കിൽ നിന്റെ ഡാം കൊണ്ടുവയ്ക്കും നിന്റെ വീട്ടിനടുത്ത്. നിങ്ങളെ വേറൊരു വഴി കാണിച്ചു തരാം. കൊട്ടാരക്കര പോയാ പറയട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യില്ലാതെ. താങ്ക്സ് മാറ്റണ്ട, അത്ര ഉള്ളൂ. അജീതേ ഡീമത്തി നോക്കൂ, കളിക്കുന്ന വീഡിയോ സെറ്റാണ്, ഗിയർ ഇടുന്ന. നീ എന്തിന്റെ കാര്യം പറയണ? ഡ്രീമർ ലൈവ് മ്യൂട്ട് ആണ്. സൂപ്പർ ബുദ്ധിയുള്ളവൻ. അത് അങ്ങനെ ഒരു മന്ദബുദ്ധി. മ്യൂട്ട് വെച്ചിട്ട് കാണാൻ വേണ്ടി പറഞ്ഞിട്ട് പോയല്ലേ. സൂപ്പർ. സോറി ഒരു തമാശക്ക് ഞാൻ കാണിച്ചു കൂട്ടിയതാ. നിങ്ങളൊക്കെ വീട്ടിൽ പടക്കം കാണാം. പയ്യെ വരും ആഷ് ബൂട്ടൽ. വിഷയല്ലേ? നിസു ബ്രോ, താങ്ക് യു സോ മച്ച്. കേക്ക്, താങ്ക് യു സോ മച്ച്. ലവ് യു. താങ്ക് യു സോ മച്ച്. ചന്ദ്രന്റെ വോയിസ് ലീക്ക് ആയ. സൂപ്പർ. ചന്ദ്രൻ മ്യൂട്ടാക്കി മൈക്ക് മ്യൂട്ടാക്കില്ല, സൗണ്ട് ലീക്ക്. ചെറുക്കന്റെ കാര്യം. പത്തനംതിട്ട കറണ്ട് പോയെങ്കിൽ മറ്റേ മെഴുകും കുത്തി അവിടെ രീതി. അല്ലെ നീ ഡിസ്കോഡ് മ്യൂട്ട് ആക്കിയിട്ട് നിന്റെ മൈക്ക് ഓൺ ആക്കി വെച്ചേക്കുക. മോനെ ലാലേട്ടനാണ് പൂജപ്പുര കറണ്ടില്ല. മോഹൻലാൽ 1. എല്ലാം വണ്ടിയിൽ തട്ടി. അവൻ OBS മ്യൂട്ട് വെച്ചിട്ടാണോ പോയത്? എന്നിട്ട് മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് പോയി. അവടെ പറഞ്ഞ എല്ലാം കേട്ട്. മാസം പ്രോമിസ് തന്ന് പറ്റിച്ചു. എന്തൊരു പ്രോമിസ്? RDR വരാന്ന് പറഞ്ഞു. എടാ അത് ഇത് ഇഷ്യൂ എല്ലാം ആകെ മൈൻഡ് ഫക്ക് ആയടാ, അതുകൊണ്ടാ അത് മര്യാദ കളിച്ചില്ല. ശരിയാവും. സത്യം പറഞ്ഞ അവൻ ഉച്ചക്ക് നമ്മള് സത്യം പറഞ്ഞ ഇത് RDR ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. ഞാൻ എല്ലാം ഇൻസ്റ്റാൾ ഒക്കെ ചെയ്തെല്ലാം ചെയ്ത്. അപ്പോഴാണ് വ്ളോഗ് അപ്ലോഡ് ആവാത്തതിന്റെ ഇതില് നമ്മള് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ സാധനം വരുന്നത്. ഗോഗു ഇന്നലത്തെ ആടിയാർന്നത് ഏതൊരു പെണ്ണിനെ ഹലോ ഹലോ തലവെട്ടികളെ ഈകളെ നമ്മളിൽ മറ്റേ TJ-യിലെ സ്മോക്ഡ് ബാബ്സ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, നമ്മളിവിടെ അറിയാൻ കളിക്കുന്നേ. ഇന്നലെ നോക്കിയപ്പോ 3 പെണ്ണുങ്ങൾ അവനെ എടുത്തിട്ട് അറിഞ്ഞിടുന്നു വെടിവെച്ച് തലയൊക്കെ പൊട്ടിച്ചട്ടാ. നമ്മളെന്ത് രക്ഷ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പെണ്ണിട്ട് ചോദിച്ചു, നീ എന്തിനാ നമ്മളെ ചെറുക്കനെ കൊന്നത്, എന്തൊരു പ്രശ്നം? അപ്പൊ പറയാ നമ്മളെ പിറകെ നടന്ന് ശല്യം ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ശല്യം ചെയ്തേ? ഇത് പറഞ്ഞു. അപ്പൊ നമ്മള് ചോദിച്ചു എന്തിനാ പറഞ്ഞേ? നമ്മളെ പിറകെ നടന്ന് ഹായ് സെക്സി ലേഡി എന്ന് പറഞ്ഞോ എടുത്തിട്ട് പഞ്ഞിക്കിട്ടാ 3 പെണ്ണുങ്ങള്. ഞാനൊന്ന് ആദ്യം കയറിപ്പോ എന്നെ ഒരു പെണ്ണല്ലേ ആദ്യം അടിച്ചത്, മോന്തിക്കിട്ട് ഞാൻ കയറി പിടിച്ചെന്നും പറഞ്ഞു. വട്ടം മാറി അവക്ക് അവളെ കയറി പിടിച്ചു ഞാൻ. അവളെന്റെ മോന്തയ്ക്ക് അടിച്ച് താഴെയിട്ട് എല്ലാം അമ്പത്തൂര് ആദ്യം കയറിയപ്പോ തന്നെ പെണ്ണിന്റെ അടി വാങ്ങിച്ചെട്ടി പെണ്ണ് കയറി കെട്ടിയിട്ട് അത് ചോദിക്കാൻ പോയ രായനെ എടുത്തിട്ട് പണിയ. രായൻ ബെല്ലാരി രായൻ
അതിനും പറഞ്ഞോണ്ട് ഒറ്റ അടിച്ചേക്കലത്തിന്. ഗോപു അതേ ഞാൻ ഇന്നാളൊരു ദിവസം കേറിയേ ഏതൊരു പെണ്ണെടുത്ത് സംസാരിച്ച് വന്നപ്പോ അവന്റെ ഒരു ബോയ് ഫ്രണ്ട് താനോസിന് സൈസ് ഉള്ളടുത്ത് ഇറങ്ങി വന്നു. ഞാൻ ഓടി ജീവനും കൊണ്ട്. അവൻ എന്തിനെ കൊണ്ടാ നീ എന്തിന്റെ കാര്യമാണ് പറഞ്ഞത്? അവിടെ ഇന്നലെ അല്ല ഇന്നലെ ടിവിയെ വലിച്ചിടല്ലേ? അതല്ലത് ഇന്നലെ ഗോകുവേ അല്ലാത്ത ബാറിൽ കയറിയിട്ട് ഉടുപ്പെല്ലാം ഒരു ഡാൻസ് എല്ലാം കളിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവന്മാർക്കെല്ലാം സെക്യൂരിറ്റി പണി. മന്ദാരമൊക്കെ അതേതാ റെക്കോർഡ്? പെട്ടെന്ന് പെട്ടി ഒട്ടയം കൊണ്ട് വന്നു. നമുക്കൊരു വാച്ചിട്ടാലോ? 410 ക്രൂസ് ചെയ്ത 420. ലെജൻഡ് ലെജൻഡ്. ഹലോ 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 അട്ടിപ്പോ ഏജന്റായി ഇപ്പൊ. അടിയാ പറയടാ. വാപ്പാച്ചടാ. മാച്ച് വാമപ്പ്. കോപ്പിടട്ടെ. വാമപ്പ് മാച്ച് നമ്മുടെ സ്ഥിര വണ്ടി എടുക്കാം. ലെജൻഡ് മൂഞ്ചി എന്നോ? എടാ നീ കണ്ടോ? നീ എന്റെ കളി കണ്ടോ? നീ ഇപ്പൊ കണ്ടോ എന്റെ കളി? ഞാൻ കുറച്ച് വിഷയമായിരിക്കും കേട്ടോ. ഞാൻ കുറച്ചധികം വിഷയമായിരിക്കും ഇന്ന്. നിന്നെ ഇടിച്ച് അല്ല നിന്നെ അല്ല ഗോകുവിനെ. ഹലോ ഹലോ ഹലോ. ആ അത് അപ്പൊ ഞങ്ങളൊരു മാച്ച് കളിക്കോ? വാ തുടങ്ങിപ്പോയി.